ഹായ് നമസ്കാരം. ഞാൻ നിങ്ങളുടെ മാരാരാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും അറിയുമ്പോഴും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ വേണ്ടി നമുക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സിനെ നമ്മൾ വല്ലാണ്ട് പ്രയാസത്തിലാക്കും മനസ്സ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാലോ, വളരെ പെട്ടെന്ന് വളർന്നു വന്നൊരു കലാകാരിയാണ് രേണു സുധി എന്ന് പറയുന്നൊരു കലാകാരി. വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മളെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, എന്ത് തുറന്നാലും ഫസ്റ്റ് കാണുന്ന മുഖം രേണു സുധി എന്ന സുധിയുടെ ഭാര്യയുടെ തന്നെയാണ്. അതിന് സംശയമില്ല, തർക്കമില്ല. പക്ഷേ അവരുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരാളായിരിക്കണം ഞാനും. കാരണം എന്താ വെച്ചാൽ, ഒരു ഭർത്താവ് മരണപ്പെട്ട് ഒരു സ്ത്രീ വളരെ ബുദ്ധിയോട് കൂടിയിട്ട്, വളരെ സ്ട്രാറ്റജിയോട് കൂടി കളിച്ച്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിയോട് കൂടിയുള്ള ഓരോ ഇടപെടൽ കൊണ്ട് ജീവിക്കാനുള്ളൊരു വക വെട്ടി വെളിച്ച വെട്ടി തെളിച്ച് രംഗത്തെത്തി, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ വെട്ടിത്തെളിച്ച് രംഗത്തെത്തിയത് കൊണ്ട് തന്നെ രേണു സുധി എന്ന വ്യക്തി വളരെ വളരെ വളർന്നു. അത്യാവശ്യം സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. കാരണം ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഈ മറ്റുള്ള മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ തുറന്നാൽ കിട്ടുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ രേണു സുധീൻ്റെ ആയിരുന്നു. വളരെ സന്തോഷത്തോടെ, കാരണം ആ ഒരു കുടുംബം നല്ല രീതിയിൽ പോകുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ രേണുവിൻ്റെ വാക്കുകളിൽ പിഴവുകൾ സംഭവിക്കാൻ തുടങ്ങി. അതായത് സാമ്പത്തികം നമ്മുടെ മനുഷ്യനെ, അതായത് നമുക്ക് വരുന്ന സാമ്പത്തികം നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ സമൂഹ മാധ്യമങ്ങൾ വളർത്തുന്നുണ്ട് എന്നുള്ളത് രേണു സുധിക്ക് തോന്നി. കാരണം നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരുന്നു അവർക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നമ്മൾ കാണുന്നതായിരുന്നു, ഓരോ കമൻറ്റിലൂടെയും എല്ലാത്തിലൂടെയും നമ്മൾ കാണുന്നതായിരുന്നു, നെഗറ്റീവായിരുന്നു. ആ നെഗറ്റീവിലൂടെ തന്നെയാണ് പുള്ളിക്കാരത്തി വളർന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം. കാരണം നമുക്കൊക്കെ, എന്നെ സംബന്ധിച്ച് രേണു സുധി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ലേഡി തന്നെയാണ് ആയിരുന്നു. ഇന്ന് ചെറിയൊരു പ്രയാസം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, കാരണം ഇന്ന് അവരുടെ പ്രവൃത്തി പലതും നാവ് പിഴ വല്ലാണ്ട് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ ചില കാര്യങ്ങൾ അളന്നും മുറിച്ചും കൃത്യമായിട്ടും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, ഈ പറഞ്ഞ പോലെ പണം വരുന്നതനുസരിച്ച് അഹങ്കാരം എന്ന് പറയുന്ന സാധനം നമ്മളെ തലയിൽ കയറി വരുന്ന ആ ഒരു പ്രവണത രേണു സുധിക്ക് ഈ അടുത്ത കാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ, ഈ രേണു സുധി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയ കുറേ ഓൺലൈൻ മീഡിയയിൽ കുറേ എണ്ണം പൊന്തി. കാരണം വളരെ റീച്ചായി. കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നാൽ അത്യാവശ്യം ചാനൽ റീച്ചാവും, കൂടാതെ പിന്നെ കാരണം എന്തായാലും നെഗറ്റീവാണല്ലോ. നമ്മൾ ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് നെഗറ്റീവാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നൊരു സംഗതി. കാരണം നെഗറ്റീവ് ഉണ്ടോ ഏത് രീതിയിലും അറിയപ്പെടും സമൂഹത്തിൽ. പണ്ടൊക്കെ നമ്മളൊരു നല്ല കാര്യങ്ങൾ ചെയ്താലാണ് ഇപ്പോൾ ആൾക്കാർ 10 ആൾ അറിയുക. ഇപ്പോൾ നമ്മുടെ ചാരിറ്റി പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് ചാരിറ്റി പ്രവർത്തകരൊക്കെ കുറേ ആൾക്കാർ സൈലൻ്റായി. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് അതിൻ്റെ മേലെ വളരെ വളരെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന സാഹചര്യങ്ങളാണ് ഇപ്പോൾ ചാരിറ്റി മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പ്രയാസത്തിലായി. ഇവിടെ രേണു സുധി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു വീട് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, വീട് ഒരിക്കലും രേണു സുധീൻ്റെ ഭർത്താവ് സുധി മരിച്ചപ്പോൾ ഒരിക്കലും ഭാര്യയുടെ പേരിൽ ഒരാളും വീട് കൊടുക്കില്ല. കാരണം ഒരു ചെറുപ്പക്കാരിയാണ്, കാണാൻ കൊള്ളാവുന്നൊരു ലേഡിയാണ്. അവർക്ക് മക്കളുണ്ടെങ്കിൽ മക്കളുടെ പേരിൽ തന്നെ എന്തായാലും നിർബന്ധമായിട്ടും ഈ വീട് കൊടുക്കുള്ളൂ. അതിനിപ്പോൾ
ഭാര്യയാണ് മരിച്ചത് വെച്ചാൽ ഭർത്താവിനാണ് ഈ വീട് കിട്ടുന്നത് വെച്ചാലും അതിലുണ്ടാവുന്ന മക്കൾക്ക് തീർച്ചയായിട്ടും ഈ വീടോ സ്ഥലമോ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കുള്ളൂ. അതൊരു തത്വമാണ്, ശാസ്ത്രമാണ്. കാരണം അതിൻ്റെ പുറകിലൊരു ശാസ്ത്രമുണ്ട്. കാരണം വെച്ചാൽ രേണുസുതിയുടെ പേരിലാണ് നമ്മളെ ഈ വീടും കാര്യങ്ങളും എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വരെ സാഹചര്യം വെച്ച് നാളെ ആ കൊച്ചുങ്ങൾ അനാഥാവാൻ സാഹചര്യം ഉണ്ടാവും. കാരണം അവരുടെ പേരിലാണ് വീട് വെച്ചാൽ നിർബന്ധമായിട്ടും നാളെ അവരൊരു കല്യാണം കഴിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീടിൻ്റെ മക്കൾക്ക് അതിനോട് ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ട് മക്കളെ നോക്കുന്നവരുണ്ട്, ഇല്ലയെന്നൊന്നുമില്ല. പക്ഷേ കിച്ചുവിൻ്റെ കാര്യമാണ്. കിച്ചു ചെറിയോളനെ ചിലപ്പോൾ നോക്കിയെന്ന് വരും. കിച്ചു അവളുടെ രേണുവിൻ്റെ മകളല്ല. എത്ര അവൾ വീഡിയോയിൽ കൂടെ കൂട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞാലും അത് ഒരിക്കലും രേണുസുതിയുടെ മകളായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, മകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അത് സുധിയുടെ മോനാണ്, ആദ്യത്തെ മോനാണ്. അപ്പോൾ ആ കുട്ടിയും എന്താ പറയുക, അവർക്ക് ഒന്നുമില്ലാതാവും. അതുകൊണ്ട് തന്നെയാണ് അച്ഛനായിക്കോട്ടെ, പള്ളിയിലെ അച്ഛനായിക്കോട്ടെ, ഫിറോസ് ആയിക്കോട്ടെ ഒക്കെ അവർ ആ വീട് ചെയ്തിട്ടുള്ളത്, സ്ഥലം ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ പേരിൽ ചെയ്തിട്ടുള്ളത്. അത് രേണുസുതിയുടെ പേരിൽ കിട്ടാത്തതിൻ്റെ ഒരു പ്രയാസം രേണുസുതിക്കുണ്ടെന്നുള്ളത് ഓരോ വാക്കിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. രേണുസുതിയും അച്ഛനും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളുടെ ഒരു പ്രയാസപ്പെട്ട കാലഘട്ടത്തിൽ ഇപ്പോൾ പണം ആയി നമുക്ക് സംസാരിക്കാനുള്ള ആ ഒരു വോയിസായി കുറേ ആൾക്കാരുടെ സപ്പോർട്ടുണ്ട്. കാരണം ഒരുപാട് പേരുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലാക്കില്ല. എത്ര ആളെ സപ്പോർട്ട്, ആരെ സപ്പോർട്ടാണ് നിങ്ങൾക്കുള്ളത്? കുറേ ഓൺലൈൻ മീഡിയ, അതുപോലെ കുറേ ബ്ലോഗർമാരുടെ സപ്പോർട്ടാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ല. കാരണം നിങ്ങളിലൂടെ വളരാൻ ആഗ്രഹിക്കുന്നവർ മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കാരണം നിങ്ങളുടെ നെഗറ്റീവ് വിറ്റ് ജീവിക്കാൻ, അതായത് നിങ്ങൾ ഓരോ വാക്കുകൾ അളന്ന് മുറിക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന നെഗറ്റീവ്സ് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരാണ് നമ്മളെ വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, കുറച്ച് വ്ളോഗേഴ്സും കുറച്ച് ഓൺലൈൻ മീഡിയാസും. നിങ്ങൾ പുറകെ നടക്കുന്ന ഓൺലൈൻ മീഡിയാസ്, നല്ല ഓൺലൈൻ മീഡിയാസൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പുറകെ നടക്കുന്ന കുറച്ച് ഓൺലൈൻ മീഡിയാസിനെ പറ്റിയാണ് പറയുന്നത്. ചിലപ്പോൾ അവർക്ക് ദേഷ്യമാവാം, പക്ഷെ അവർക്കത് അറിയാം. കാരണം അവർ ആ നെഗറ്റീവ് വിറ്റ് ജീവിക്കുകയാണ്. അതുപോലെ പ്രതീഷ് നിങ്ങളെ കൂടെ അഭിനയിച്ചു, കാര്യങ്ങൾ ചെയ്തു. പുള്ളിക്കാരൻ നിങ്ങളെ കൂടെ തന്നെ ഉള്ളത് ആയിക്കോട്ടെ, നല്ലൊരു സഹോദരനായിട്ടായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ വേണ്ടാത്തൊന്നും ചിന്തിക്കേണ്ട കേസൊന്നും അതിനകത്തില്ല. സഹോദരനായിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അവൻ നിങ്ങളൊരു പെങ്ങളായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവില്ല. പുറത്തു നിന്ന് ഒരാൾ ഇത് കാണുമ്പോൾ, കാരണം സമൂഹം അങ്ങനെയാണല്ലോ, അതുപോലെയുള്ള നെഗറ്റീവ് നിങ്ങൾ പറയുന്നുണ്ട്, പല നെഗറ്റീവും പറയുന്നുണ്ട്, അതേ പറയുള്ളൂ. കാരണം അവൻ ഇന്നലെ വന്നവനാ, അല്ല ഇന്നലെ എന്ന് പറഞ്ഞാൽ 1 മാസമോ 2 മാസമോ ആയിട്ടുള്ളൂ നിങ്ങളായിട്ട് പരിചയം. നിങ്ങളെ കുടുംബകാര്യങ്ങളിൽ വരെ അവൻ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഒപ്പം നിർത്തുന്ന ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജനങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളോട് വെറുപ്പ് കൂടി വരുന്നത്. ഞാൻ ഇന്നും പറയുന്നത്, നിങ്ങളോട് എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സഹോദരിയെ പോലെ ഇഷ്ടമാണ്. കാരണം നിങ്ങളെ വാക്കുപിഴ പ്രവൃത്തി എല്ലാം ഇന്ന് ആ ഒരു സുധീനൊപ്പം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതല്ല. നിങ്ങൾ വളരെ മാറ്റത്തിലെത്തിയിട്ടുണ്ട്. ആ മാറ്റം നല്ലതാണ്. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു മാറ്റമാണ്. പക്ഷേ അതിനുപരി തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കേസുണ്ട്. നിങ്ങൾ പറഞ്ഞു, ഈ ഘോരം പറയുന്നുണ്ട്, വീട് കൊടുത്തിട്ടുള്ളത്, സ്ഥലം കൊടുത്തിട്ടുള്ളത് മക്കളുടെ പേരിലല്ലേ. അവരെങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുക? അവരെ ഇപ്പോൾ ചെറുതിനെ അവിടെ താമസിച്ചാൽ കിച്ചു അവിടെയാണ്, കിച്ചു ഇവിടെ താമസിപ്പിച്ചാൽ ചെറുതിനെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാൻ പറ്റുമോ? അവനെ താമസിക്കാനാണ് അച്ഛനും അമ്മയും വന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നമുക്കൊരു മോനുണ്ടായി, നമുക്ക് കുട്ടികളുണ്ടായി. ഇപ്പം ഇന്ന് സുധിയല്ല, രേണുവാണ് മരിച്ചെന്ന് കൂട്ടിക്കോ. ഈ കൊച്ചിനെ ആരാ നോക്കണ്ടേ? നാട്ടുകാരാണോ? അതോ ഇതിങ്ങനെ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുള്ള ആൾക്കാരാണോ? അല്ലെങ്കിൽ സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരോ? അല്ല. അതിനെ നോക്കണ്ട്, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട, അതായത് രേണുസുധിൻ്റെ അച്ഛനും അമ്മയ്ക്കും രേണുസുധീൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ നോക്കാൻ ഉത്തരവാദിത്തം അവർക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കുന്നതും. അത് നമുക്കറിയാം. ഓക്കെ,
അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആൾക്കാർ പലതും പറയും. പക്ഷെ അതിന് നമ്മളിങ്ങനെ മറുപടി കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതിന് നേരം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങളെന്താ വെച്ചാൽ ഇപ്പോൾ ബൾബ് പോയാൽ അപ്പോൾ അവർ വിളിക്കും, മോട്ടർ കേട് വന്നാൽ അവർ വിളിക്കും, ഈ വീട് തന്നവരെ. അതുപോലെ എന്താണ് വർക്ക് ഏരിയൻ്റെ കാര്യം പറഞ്ഞിട്ട് അവർ വിളിക്കും. ഓരോ സാധനത്തിന് അവർ വിളിക്കുമ്പോൾ ഒരു സംഗതി, ഇപ്പോൾ അത് പഞ്ചായത്ത് ഒരു വീട് നിങ്ങൾക്ക് തന്നു. പഞ്ചായത്ത് ഇപ്പോൾ ഇവിടെ ഞാനൊക്കെ വയനാട്ടിലാണ്, ആദിവാസികൾക്കൊക്കെ ഒരുപാട് വീടുകൾ അവർ തന്നെ കോൺട്രാക്ടറെ ഏൽപ്പിച്ച് വച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ ബർത്തില്ല, ഇവിടെ ബർത്തില്ല, അവിടെ വർക്ക് ഏരിയ ഇല്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിലേക്ക് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് നമ്മൾ എന്താ വെച്ചാൽ നമ്മളെ കഴിവിനും നമ്മളെ ആ ഒരു രീതിക്കും വെച്ചിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യണം, ക്രോഡീകരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയണം. ഫാന് പൊട്ടി വീണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്തെങ്കിലും പ്രയാസം, ജിപ്സം പ്ലാസ്റ്റർ എന്ന് പറയുന്നത് കുമായല്ല, അത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളൊരു ടെക്നോളജിയാണ്. അത് തേപ്പിൻ്റെ കത്തിപ്പാടും കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് നിൽക്കുന്നൊരു സംഗതിയൊക്കെ തന്നെയാണ്. ഒക്കെ നല്ല തന്നെയാണ് ഉപയോഗിച്ചിട്ടൊക്കെ ഉള്ളത് ഫിറോസ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ എല്ലാ ചുമരുകളും പണ്ടത്തെ പോലെ ഈ പുള്ളി പറഞ്ഞു, നിങ്ങളെ തങ്കച്ചൻ പറഞ്ഞു ആണി വെച്ച് അടിക്കാൻ പറ്റാത്ത ചുമരാണ്. ആണി വെച്ച് അടിക്കാൻ പറ്റാത്ത ചുമരാണ് നല്ല ചുമര്. ആണി വെച്ച് അടിച്ചാൽ പച്ചക്കട്ട, പണ്ടത്തെ നമ്മളെ വീടൊക്കെ പോലെ പച്ചക്കട്ട അടിച്ച് ആണി അടിച്ച് അങ്ങ് കയറിപ്പോയില്ലേ, അത് കയറിപ്പോരുത്. ഡ്രില്ല് വെച്ച് സ്ക്രൂ ചെയ്ത് ചെയ്യണം. അതിന് ഒരു പണിക്കാരൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്കൊരു വീട് കിട്ടി, നമുക്കില്ലാത്ത സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്താണ് നമുക്കിതൊക്കെ കിട്ടിയിട്ടുള്ളത്. ആ സമയത്ത് നിങ്ങൾ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ചോരുന്നുണ്ട്, ഇവിടെ തന്നെ ചാറ്റലടിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ പോകാൻ വഴി അവരടുത്ത് വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾക്ക് അവിടെ ഒരു ഗ്ലാസ് കൂടി ഇട്ടുതരാൻ പറ്റുമോ, വെള്ളം ഒരു പാറിൽ വരുന്നുണ്ട്. അവർക്ക് കഴിയില്ല, അവരുടെ ബഡ്ജറ്റ് കഴിഞ്ഞെന്നുള്ളതും അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യണം. കാരണം അവർ നമുക്ക് തന്നല്ലോ, പിന്നെ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദിത്വം. പിന്നെ ഇന്നലെ പറയുന്നിട്ട് അച്ഛൻ ഓട് വിരിച്ച് ശരിയില്ല, അതിൻ്റെ ഗ്യാപ്പ് കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇതൊക്കെ എന്താ ഒരാൾ ഒരു 19 ലക്ഷം ഉറുപ്പ്യേൻ്റെ അടുത്ത് നിങ്ങൾക്ക് ചിലവാക്കി. നിങ്ങൾ അയാളെ കുടുംബമല്ല, ഈ അച്ഛൻ്റെയോ ഈ ഫിറോസിൻ്റെയോ നിങ്ങൾ അവരുടെ ഏട്ടൻ്റെ മക്കളോ അനിയൻ്റെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരോ ഒന്നുമല്ല. അവരൊരു സന്മനസ് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തന്നു. ഇനി നമുക്ക് ആ വീടിൻ്റെ ഉള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് മെയിൻ്റെനൻസ് ചെയ്യണം. അതൊക്കെ അറിയാത്തതാണോ അപ്പോൾ നമ്മളടുത്ത് പൈസ ഇല്ല, നമുക്ക് പൈസ ഉള്ളപ്പോൾ ചെയ്യാം, അങ്ങനെയല്ലേ? ഇപ്പോൾ രേണുസുതിക്ക് അത്യാവശ്യം റീച്ചായി കാര്യങ്ങളായി. പക്ഷേ രേണുസുതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രയാസം വരുന്നതെന്നറിയോ? രേണുസുതി താഴേക്ക് പോവുക. ജിഷേൻ്റെ ഒക്കെ ഓർമ്മ ഉണ്ടോ? ജിഷേൻ്റെ അമ്മേനൊക്കെ ഓർമ്മ ഉണ്ടോ? ജിഷ മരിച്ചുപോയ, പെരുമ്പാവൂരിൽ മരിച്ചുപോയ ജിഷ. ഒരു കാലത്ത് അവർ ഭയങ്കര സംഭവമായിരുന്നു ഓൺലൈൻ മീഡിയയിലൊക്കെ ഭയങ്കര. കാരണം ഇതേപോലെ ഓൺലൈൻ മീഡിയ അവരെ പുറകെ നടന്നു. ഇന്നിപ്പോൾ അവർ എവിടെ? തെരുവിലായി. വീടും എല്ലാം വെച്ചു കൊടുത്തു. അവർ എല്ലാം ഇതേപോലെ കുറ്റം പറഞ്ഞ് നടന്നവർ. വീട് കൊടുത്തതിന് പ്രശ്നം, പൈസ അങ്ങോട്ടാക്കി പറ്റിച്ചു, അതാക്കി ഇതാക്കി സിനിമ പിടിക്കാൻ അവർ പലതും പിടിക്കാൻ നടന്നു. ഇതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയിലേക്ക് രേണുസുതി വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പറ്റിയിട്ടുള്ള നാവുപിഴയാണെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് അറിയാതെ പറ്റിപ്പോയി. ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ്. അപ്പച്ചൻ ഇന്നലെ ലൈവിൽ കണ്ടപ്പോണ്ടല്ലോ, ശരിക്കും ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എന്താ പറയുക, നിങ്ങൾക്കൊരു വീടൊക്കെ തന്ന ഒരാളെ ഇതിനെക്കാട്ടി നല്ലത് തരണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ പിന്നെ പൊട്ടിയിട്ട് അവിടെ നിങ്ങളൊന്ന് വന്ന് നോക്കി എന്തൊക്കെ പറഞ്ഞ് എത്ര ഹാർഷായിട്ടാണ് സംസാരിച്ച്. പിന്നെ എന്താ പറഞ്ഞ, പിന്നെ ഇതിനെക്കാട്ടി നല്ല ഫ്ലവേഴ്സ് TV നിങ്ങൾക്ക് വീട് ഞങ്ങൾക്ക് തരുമായിരുന്നു, അതും കൂടി ഇല്ലാണ്ടാക്കിയിട്ട് ഇങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് TV വീട് വെച്ച് തന്നാലും ഇതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇതിലും മോശമായിരിക്കും, പറയാൻ പറ്റില്ല. കാരണം അവർ ഓരോ കുടുംബക്കാർക്കോ മറ്റവർക്കോ വേണ്ടി വെച്ചിരുന്നല്ല, ഇതൊരു ചാരിറ്റിയാണ്, അത് മനസ്സിലാക്കണം. അപ്പോൾ ചെറിയ എന്തെങ്കിലും ഒരു പോരായ്മ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനോട് നമ്മൾ പൊരുത്തപ്പെടണം. രേണുസുതി ഒരുപാട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ രേണുസുതിൻ്റെ വളർച്ച മുരടിക്കും തീർച്ചയായിട്ടും. കാരണം എടുത്തു കൊണ്ട് നടന്നിട്ടുള്ള ഓരോ മാധ്യമങ്ങളും ഓരോ ഓൺലൈൻ മീഡിയാസും തീർച്ചയായിട്ടും രേണുസുതിയെ താഴ്ക്കിടും. അവർക്കൊക്കെ ലക്ഷ്യം ഒന്നുള്ളൂ, നെഗറ്റീവ്. അതായത് രേണുസുതിക്ക് വരുന്ന നെഗറ്റീവിലൂടെ പന്തലിക്കുക, സബ്സ്ക്രൈബ് വരിക, ലൈക്ക് കമൻറ്റ് ഇതൊക്കെ വരുന്നതിന് വെച്ചാൽ അവരുടെ ചാനൽ റീച്ചാവും, അവർക്ക് പൈസ കിട്ടും. രേണുസുതിക്ക് ഒരു ചാനലുണ്ട്,
അതിനെ ഫണ്ട് വരാൻ ഇപ്പം ഇത്രയും കാര്യങ്ങളില്ലേ, അതിന് ഫണ്ട് ഇപ്പം നാളെ മുതൽ ചിലപ്പോൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും, ഒക്കെ പറയാൻ പറ്റില്ല, വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം എല്ലാം ഇതാണ്. അപ്പോൾ ഈ ഒരു ഇപ്പം കിട്ടിയൊരു ചാൻസ് രേണുസുതി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി, ഈ പറയുന്ന നല്ല ഉപയോഗപ്പെടുത്തി അതിനകത്തുനിന്ന് ഒരു വരുമാനം കണ്ടെത്തി. രേണുസുതി പറഞ്ഞല്ലോ വാടകയ്ക്ക് പോവാണ്, സഹിക്കാൻ വയ്യാന്ന്. ഒന്നാമത് സഹിക്കാൻ വയ്യാത്ത എന്താ വെച്ചാൽ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ മൂർച്ചയുള്ളതാവുന്നതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാക്കുകൾ പറ്റ താഴണ്ടെന്നല്ല, ചില കാര്യങ്ങൾ പറയണം, പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അപ്രിയ സത്യങ്ങൾ വല്ലാണ്ട് പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെ. രേണുസുതിക്ക് ഒരിക്കലും ആ വീട് നിങ്ങളെ പേരിലേക്ക് എഴുതി അവർ തരില്ല. പിന്നെ ആ കൊച്ചുങ്ങളെ പേരിലല്ല, ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, കൊച്ചുങ്ങളെ പേരിലല്ലാതെ നിങ്ങളെ പേരിൽ പറയാം. നിങ്ങൾ നാളെ കല്യാണം കഴിച്ച് പോയി, ആ കുട്ടികൾ തന്നെ ഇതാവും, നിങ്ങൾ ആ വീട് നിങ്ങളെ പേരിലാവും, പിന്നെ അത് കച്ചറ അപ്പറ നിങ്ങളൊക്കെ ആവും. അതുകൊണ്ടാണ് അത്ര ബുദ്ധിയോട് കൂടിയിട്ട് ഓരോരുത്തർ അങ്ങനെ കളിക്കുന്നത്. അതങ്ങനെ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. രേണുസുധീൻ്റെ മാത്രമല്ല, അപ്പോൾ രേണുസുധീൻ്റെ മക്കൾക്ക് തന്ന വീടാണ്. അറിയാം, ഋതപ്പനും കൂടി അതിൽ അവകാശം. ഋതപ്പൻ ആരെ മോളാ? രേണുവിൻ്റെ മോളാ, അല്ല മോനാ. അപ്പോൾ രേണുവിൻ്റെ മോനായ സ്ഥിതിക്ക് രേണുവിന് ആ വീടിന് അവകാശമുണ്ട്. എൻ്റെ മോന് കിട്ടിയതാണ്, മക്കൾ കിട്ടിയല്ലേ, മക്കളെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അപ്പോൾ രേണുസുതി എനിക്ക് ഒരുപാട് പറയാനുണ്ട്, എത്രയേ പറയുക. എനിക്ക് നിങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ടൊരു എൻ്റെ ഒരു കുഞ്ഞനിയത്തിയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ അച്ഛനോടൊക്കെ ഒന്ന് മയത്തിൽ സംസാരിക്കാൻ പറയുക. കാരണം എന്താ അറിയോ, ഒന്നുമില്ലാത്തവരാന്നുള്ള ബോധം ആദ്യം ഉണ്ടാവുക. ഇപ്പം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുമില്ലാത്തവരാന്നുള്ള ബോധം നമുക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ നമുക്ക് ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മളത് മറക്കാനും പാടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തികം വന്ന് ഇനി നമുക്ക് എല്ലാം കണക്കാം, മറ്റുള്ളവർ കണക്കാം, മറിച്ചൊരു കണക്കാം, അതിന് വന്നോടത്ത് വെച്ച് കാണാം, ആ ഒരു രീതിയും പാടില്ല. എല്ലാത്തിനും ഒരു നിയന്ത്രണം വരുത്തുക, എല്ലാ കാര്യത്തിലും. അതിനിപ്പോൾ പ്രതീക്ഷയുടെ കാര്യത്തിലാണെങ്കിലും പ്രതീക്ഷയും നിങ്ങളെ കൂടെ നടക്കുന്നത് എന്താ, നിങ്ങളെ നെഗറ്റീവിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവനൊക്കെ എത്ര ഫോളോവേഴ്സ് ഉണ്ടായെന്ന് നിങ്ങളൊന്ന് നോക്കിയൊക്കെ. പണ്ട് നിങ്ങളെ കൂടെ നടക്കാൻ തുടങ്ങിയതിന് ശേഷം പ്രതീക്ഷ എന്ന് പറഞ്ഞ ഒരാളെ ലോകം അറിയാൻ തുടങ്ങി. ലോകം എന്ന് പറഞ്ഞാൽ കേരളം എന്തായാലും അറിയാൻ തുടങ്ങി. അവന് ഫോളോവേഴ്സ് കൂടി, അവന് കാര്യങ്ങളായി. ഇതൊക്കെ നിങ്ങളെ പുറകെ നടക്കണം. ഇതേ കാര്യം തന്നെയാണ് മറ്റതും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നവർ നിങ്ങളെ നെഗറ്റീവിൽ വളരാൻ വേണ്ടിയിട്ടാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് എന്താക്കാം, നമ്മൾ രക്ഷപ്പെടും കേട്ടോ. ഒരു എളിയ സഹോദരൻ്റെ ഒരു റിക്വസ്റ്റാണ്. നാളെ മുതൽ എന്നല്ല, ഈ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പറ്റുകയാണെങ്കിൽ കൈകൂപ്പി അപേക്ഷിക്കുക. കാരണം എന്താ പറയുക, നിങ്ങളെ നെഗറ്റീവിൽ വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളൊരു വളമായി മാറരുത് പ്ലീസ്.